വചനമൊഴി ജനുവരി 12. വചനഭാഗം എഫേസോസ് 1:15-23, യോഹന്നാന്റെ സുവിശേഷം 3:31-36. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ ഈശോയുടെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന ഈ ധനകാലത്ത് മിശിഹായുടെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത്. അവിടുന്ന് ഉന്നതത്തിൽ നിന്നും വരുന്നവനാണ്, എല്ലാവർക്കും ഉപരിയായവനാണ്. അവൻ സത്യത്തിനു സാക്ഷ്യം വഹിക്കുന്നു. അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവർ സത്യദൈവത്തെ അറിയുന്നുവെന്നാണ് തിരുവചനം പറയുന്നത്. ഈശോ മിശിഹായുടെ ദൈവത്വവും പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തുണ്ട്. അവിടുന്ന് ദൈവം അയച്ചവനാണ്, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നവനാണ്, ആത്മാവിൽ നിറഞ്ഞവനാണ്. പ്രകാരം ദൈവം തന്നെയായവൻ, ദൈവത്തിന്റെ വാക്ക് സംസാരിക്കുന്നവൻ, ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നവൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ അവനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. വിശ്വാസം പ്രവൃത്തിയിലൂടെയാണ് യാഥാർത്ഥ്യമാകേണ്ടതെന്നാണ് തിരുവചനം പറയുന്നത്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവൻ അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവൃത്തിയിലൂടെ മിശിഹായിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ വാക്ക് അനുസരിക്കുകയാണ്, അവന്റെ വചനം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എന്ന് സുവിശേഷം പറയുന്നു. ഈശോ മിശിഹായുടെ മഹത്വത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെയും പങ്കുവെക്കുന്നത്. അവിടുന്ന് എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഈ യുഗത്തിൽ മാത്രമല്ല വരാനിരിക്കുന്നതിലും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി എല്ലാറ്റിനെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും ചെയ്തു. മിശിഹായുടെ മഹത്വം അറിഞ്ഞ് മിശിഹായിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന തിരുവചനം പറയുന്നത്. അനുദിന ജീവിതത്തിൽ മിശിഹായിൽ വിശ്വസിക്കുകയും അവന്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ദൈവോന്മുഖമായി വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.